ആദി, ഈ വെട്ടളം കുത്തലൊക്കെ തന്നെ നമ്മുടെയും പരിപാടി. പക്ഷേ ആദിയുടെ കൂടെ ഇങ്ങനെ ഒരു ഗുണ്ടയുള്ള കാര്യം ഇവൻ പറഞ്ഞില്ല. ഇത് ഗുണ്ടല്ല, എന്റെ അപ്പനാ. ആദ്യേട്ടന്റെ അപ്പനാണത്. ആ ഗുണ്ടപ്പൻ. അപ്പനെ നേരിട്ട് കണ്ട എന്തായാലും നന്നായി. ഇനി ഒരിക്കലും അപ്പനെ മറക്കില്ല. എന്തായാലും വിസയുടെ കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാശാ? ഉത്തരവാദിത്തമുള്ള അപ്പനല്ലേ. നാളെ ആദിയോടൊപ്പം എന്റെ അനിയനും ഓസ്ട്രേലിയക്ക് പോകും. അവൻ അവിടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായ നാളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആദിയുടെ അപ്പനല്ലേ നാട്ടിലുണ്ടാവൂ. അതുകൊണ്ട് കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 4 ലക്ഷം തികച്ചുണ്ട്. എന്റെ കൃഷ്ണ, എന്നാലും ഇതൊരു വല്ലാത്ത അബദ്ധമായി പോയി എന്റെ മോനെ. ഇവിടുന്ന് എന്ത് പറഞ്ഞിറങ്ങിയ ആളാ അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി വന്നിരിക്കുന്നു. അമ്മ അപ്പനെ കളിയാക്കല്ലേ. ഏതൊരു അപ്പനൊരു അബദ്ധമൊക്കെ പറ്റില്ലേ? അതാടാ, എനിക്ക് ഒറ്റ അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഇനി പറ്റില്ല. നീ ഓസ്ട്രേലിയക്കോ ഉഗാണ്ടയ്ക്കോ കുന്നംകുളത്തേക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പൊക്കോളാം. അപ്പന്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഉഗാണ്ട അപ്പനായിരിക്കും നല്ലത്. ആയിക്കോട്ടെ, നീ നിന്റെ അമ്മയ്ക്കും കൂടെ വിസ സംഘടിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോടാ. അയ്യേ, കൊത്തി കൊത്തി തലയിൽ മുടി അവിടെയും കയറി. നീ ഭാഗ്യവാനാടാ. നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മന്മാരുടെ വിഷമ ഞാൻ പറയണേ. വല്ലതും മനസ്സിലാവണ്ടോന്ന്? അതെ, നീ അങ്ങോട്ട് ചെല്ല്. നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവിലില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ. നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും.